ഇന്ന് മെയ് 4 തീയതിയാണ് അല്ലേ നിഷാദെ? ഈ മെയ് 4 തീയതിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്നാണ് 14 വർഷം മുമ്പ് TP ചന്ദ്രശേഖരൻ എന്ന മനുഷ്യൻ വെട്ടിനുറുക്കി കൊല ചെയ്യപ്പെട്ടത്. അതേ ദിവസമാണ് വോട്ടെണ്ണുന്നത്. ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യനെ കുലംകുത്തി എന്ന് വിളിച്ച ഒരാൾ ധർമ്മടത്തുണ്ടായിരുന്നു. ധർമ്മടത്ത് ഇന്നയാൾ നക്ഷത്രം എണ്ണുകയാണ് അബ്ദുൾ റഷീദ് എന്ന ചെറുബാല്യക്കാരനുമായി. അത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി കാണുമോ എന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. ഇനിയിപ്പോ പിണറായി വിജയനോട് തോറ്റാൽ പോലും അബ്ദുൾ റഷീദിനെ UDF നന്നായി റിവാർഡ് ചെയ്യേണ്ടതാണ്. ആ നിലയ്ക്കുള്ള ഒരു ഞെട്ടലുണ്ടാക്കാൻ അബ്ദുൾ റഷീദിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. രാഷ്ട്രീയമായ അയാൾ തോറ്റുപോയാലും വലിയ വിക്ടറിയാണ്. ഈ 4 റൗണ്ടുകളിൽ എങ്ങനെ 5 റൗണ്ടുകളിൽ നിരന്തരമായി പിണറായി വിജയൻ പിന്നിൽ പോയി എന്നത് പാർട്ടിയെ സംബന്ധിച്ച് സീരിയസ് ആയ സംഗതിയായിരിക്കും. സെയ്ഫ് സൈനിലാബ്ദിനെ വേണം, CPIM-ന്റെ ബീറ്റ് നമുക്ക് വേണം. എന്താണ് CPIM-ന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് വിശകലനങ്ങളിലേക്ക് കൂടി കടക്കാനുള്ള സമയമായി കഴിഞ്ഞിട്ടുണ്ട്. സമയം രാവിലെ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ കേരളത്തിന്റെ വിധി ഇതാ വന്നു കഴിഞ്ഞു. ഏതാണ്ട് പൂർണ്ണം. വനവാസമല്ല ജനവാസം എന്നതിലേക്ക് പിണറായി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മാസ് അതായത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിക്ടറി എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ഒരു ക്യാബിനറ്റ് ബർത്തും കിട്ടിയിട്ടില്ല. കരിയറിലെ മാത്രമല്ല, ഒരു കോൺഗ്രസ് ലീഡറുടെ കേരള ചരിത്രത്തിലെ ഒരു കരുണാകരൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന മറ്റൊരാളായി മാറുകയാണ് VD സതീശൻ. സതീശന്റെ പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ ക്ലെയിമുകളെ ഇനി ആളുകൾക്ക് വേഗത്തിൽ നിരാകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സെയ്ഫ് സൈനിലാബ്ദീൻ തിരുവനന്തപുരത്ത് സെയ്ഫ് പിണറായി വിജയൻ 5ാം റൗണ്ടിൽ മുന്നിൽ വരാത്തത് എന്തായിരിക്കും? വികാരത്തിനൊപ്പം തന്നെ ഒരു പിണറായി വിരുദ്ധ വികാരം കൂടി ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം 5ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ പോലും പിന്നിൽ നിൽക്കുന്നത്. അതും ധർമ്മടം പോലെ CPM-ന്റെ കുത്തയായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മത്സരിച്ച പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് ഈ 4ാം റൗണ്ട് കഴിയുമ്പോഴും പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി അണികൾക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് 2 തരത്തിലുള്ള വിരുദ്ധതയുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരം, ഒന്ന് പിണറായി വിരുദ്ധ വികാരം. അത് തളിപ്പറമ്പിൽ കഴിഞ്ഞ 5 വർഷം പണിയെടുത്തയാളാണ് അബ്ദുൾ റഷീദ്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് ധർമ്മടത്തേക്ക് എത്തുമ്പോഴും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അത് UDF-ന് അനുകൂലമായ കേരളത്തിലുടനീളം നമ്മൾ കണ്ടുവരുന്ന ഒരു തരംഗത്തിന്റെ സൂചനയായിട്ട് തന്നെ നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു നിഷാദ്. ശരി.